എന്താ നാടാ വല്ലേട്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നത്? ഇന്നലെ മാനേജറിന്റെ മോളുടെ കല്യാണത്തിന് പോയപ്പോ പല്ലി കയറിയ ചിക്കനാടാ. അങ്ങോട്ട് പോകുന്നില്ല. കുത്തുമ്പോ അകത്തോട്ട് കയറിയ അങ്ങനെ പോലെ തന്നെ. കുത്തുന്ന സമയം കൊണ്ട് പല്ല് ശരിക്കും അങ്ങ് തേച്ചാൽ മതി, മാറിക്കോളും. എന്റെ പല്ലിന്റെ കാര്യം വിടുന്നേ. വാടക കൊടുത്തില്ലെങ്കിൽ കഴിഞ്ഞ മാസത്തെ പോലെ ഹൗസ് ഓണർ ഒന്ന് പല്ലി അടിക്കേണ്ട കാണേണ്ടി വരും. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇവൾക്ക് എന്തോ സർവ്വ നേരവും വിളി വിളി വിളി. അവള് പോട്ടെന്ന് നല്ലൊരു അയലല്ലോ വന്നിട്ടുണ്ട്. ഒരു കാശുകാരി, നാട്ടിൽ നിന്ന് അളിയൻ വഴിയുള്ള ഇടപാടാ. ഇനിയിപ്പോ പ്രേമ സൗന്ദര്യം നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ജീവിക്കണേ പൈസ വേണം. കൊച്ചിന്റെ ഫോട്ടോ വാട്സപ്പിൽ വെച്ചിരാന്ന് അളിയൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. കാശുള്ളത് പിന്നെ എന്തോന്ന് ഫോട്ടോയും വാട്സപ്പും ഒക്കെ. നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നു, കല്യാണം ഉറപ്പിക്കുന്നു, അത്ര തന്നെ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് മണി ഇംപ്രഷൻ. നീ പോയി റെഡിയാവോ പെണ്ണേ. 9 മണിയായി. 10 മണിക്ക് അവരിങ്ങെത്തുന്നാ പറഞ്ഞേ. അച്ഛനെന്തേ അമ്മേ? രാവിലെ ആ കത്തിയെടുത്ത് പറമ്പിലേക്ക് ഇറങ്ങണുണ്ട്. ആ നാരായണേട്ടും പറയണ കേട്ടും പറമ്പില് കൊലയും തോടിഞ്ഞു എടുക്കണുണ്ടെന്ന്. ഈ അച്ഛനെന്താ രാവിലെ എന്നെ ഇങ്ങനെ? അത് നീ തന്നെ നിന്റെ അച്ഛനോട് ചോദിച്ചാ മതി. ഇവിടെ വാങ്ങി വെച്ചേക്കണ പലഹാരങ്ങൾ കൂടാണ്ട് കൊല കൂടെ വെട്ടാൻ പോയേക്കുക. ഏയ് സോന രാജകുമാരി, ദേ വന്നല്ലോ പ്രകാശ് മാമന്റെ പുന്നാരമുള്ള അഞ്ജന. നിന്നെ ഞാൻ നോക്കിയിരിക്കുവായിരുന്നു. നീ ഇങ്ങ് വന്നേ, കുറച്ച് പണിയുണ്ട്. ശോഭേ, അവരിങ് എത്താറായി. എല്ലാം റെഡിയല്ലേ?
നിങ്ങളിങ്ങനെ ബഹളം വെക്കില്ല മനുഷ്യ. ഇവിടെ എല്ലാം റെഡിയാണ്. ഇത് എത്ര പ്രാവശ്യം പറയണം? ഇതെന്തൊരു വെപ്രാളാ. ഞാൻ എന്നാ അങ്ങോട്ട് ഇരിക്കട്ടെ, നീ മോളോട് റെഡി ആവാൻ പറ. എങ്ങനെയുണ്ടടി? സൂപ്പറാണ്. പെങ്ങളെ അവരെപ്പോ വരും? പ്രകാശേട്ടൻ പോയി അളിയനോട് ചോദിക്ക്. ദിപ്പങ്ങാട് പോയുള്ളോ? ഞാൻ അടൂർ വരെ പോവുക. സംസ്ഥാന സെക്രട്ടറി അവിടെ വരുന്നുണ്ട്. നീ നൈസായിട്ട് അളിയനോട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഒരു സീറ്റിന്റെ കാര്യമാ, കുടുംബത്തിനൂടെ പ്രയോജനമുള്ള കാര്യമല്ലേ. ചുമ്മാതല്ല, പാർട്ടിക്കാരും നാട്ടുകാരും മിന്നൽ പ്രകാശം എന്ന് പറയണത്. ഒരു മനമാ കുളിരാ ഒരു സുരമാ ശ്രുതിയാ കൊള്ളാലോടാ. സെറ്റ്. ദേ പെൻസിൽ. ഞാൻ ഗിരി, എയർഫോഴ്സിലായിരുന്നു. ഇപ്പൊ പിന്നെ ചെറിയ ബിസിനസ് ഒക്കെ ആയിട്ട് പോകുന്നു. ഇത് അളിയൻ പവൻ. ഗിരി, അലക്സ് ഇങ്ങനെ ഒരു ആലോചനയായിട്ട് വന്നപ്പോ മുന്നോട്ട് പോകാന്ന് ഞാനും വിചാരിച്ചു. എന്റെ മോളെ നോക്കുന്ന നല്ലൊരു പയ്യനെ എനിക്ക് ആവശ്യം. ഈ അടുത്തിടെ ഒന്നും കോന്നിയിലൊന്നും ഞാൻ വന്നിട്ടില്ല. അളിയൻ ഇങ്ങനെ ഒരു ആലോചന വന്നപ്പം കോന്നി ആകെ മാറി. പണ്ടൊരു ജനലാശുപത്രി ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ മെഡിക്കൽ കോളേജ് വരായി. ഞാൻ മനു മാനുവൽ. ഞാനും പവന് ഫ്രണ്ട്സാണ്. ഞങ്ങൾ ഒന്നിച്ചാണ് ജോലി ചെയ്യുന്നത്. ഞാൻ ഉജ്വൽ, മോടെ ചിറ്റപ്പനാ, ഷാർജയില.
ഗിരി, ഇനി അവര് തമ്മിൽ സംസാരിക്കട്ടെ. അതല്ലേ ഇപ്പോഴത്തെ നാട്ടുകടപ്പ്. ആ ഇപ്പോഴത്തെ പിള്ളേരല്ലേ എന്തെല്ലാം പറയാൻ കാണും. അതെ. ചായ എങ്ങനെ ഉണ്ടായിരുന്നു? അതിരിക്കട്ടെ, അച്ഛനും അമ്മയും ഈ വീടൊക്കെ ഇഷ്ടായോ? കഴിഞ്ഞു പോയതൊക്കെ ഓർക്കാൻ എന്ത് സുഖല്ലേ? വെറുതെ കനവായി ഫീലല്ലേ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ? ഒരു നാൾ നിലവായി പിരിയാതെ മനസ്സുകളോരോരോ മിഴികളിൽ കാണുമ്പോൾ നിഴലുകളായി ചേരുമോ? വെറുതെ വെറുതെ ഇനിയിപ്പോ എന്താ പരിപാടി? ടൊവിനോ തോമസ്, റീമ കല്ലിങ്കൽ, നീല വിളിച്ചു. അപ്പൊ ശരി, പോയേക്കാം. ടൊവിനോ തോമസ് ഇപ്പൊ അധികം സിനിമകളൊന്നും ചെയ്യാറില്ല, സെലക്റ്റീവ്. പക്ഷെ പവനോ നിമിഷങ്ങൾക്കുള്ളിൽ വേഷം മാറും. പവനേടാ, സോന രാജ്കുമാർ വിളിക്കുന്നു. സോന സോന. സ്വര, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇവൾക്ക് ഇതെന്തോ സർവ്വനേരം വിളി വിളി വിളി. സോന, അവള് പോട്ടെന്ന് നല്ലൊരു അയലൻ വന്നിട്ടുണ്ട്. ഒരു കാശുകാരി, നാട്ടിൽ നിന്ന് അളിയൻ വഴിയുള്ള ഇടപാടാ. ഇനിയിപ്പോൾ പ്രേമ സൗന്ദര്യം നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ജീവിക്കണേ പൈസ വേണം. കൊച്ചിൻ്റെ ഫോട്ടോ വാട്സപ്പിൽ വെച്ചിരാന്ന് അളിയൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. കാശുള്ളത് പിന്നെ എന്തോന്ന് ഫോട്ടോയും വാട്സപ്പും ഒക്കെ. നമ്മളങ്ങോട്ട് ചെല്ലുന്നു, കല്യാണം ഉറപ്പിക്കുന്നു, അത്ര തന്നെ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് മണി ഇംപ്രഷൻ. എടാ പവനെ, എന്നാലും നീ ആ കാവ്യ ഇതുപോലെ വളച്ച് കുറെ കാലം കഴിഞ്ഞ് അവളെ പറ്റിച്ചു. ഇനി പെണ്ണുങ്ങളുടെ ബയോഡേറ്റ നോക്കി നീ പ്രേമിക്ക്. അതാ നിനക്ക് നല്ലത്. കാശുണ്ടെങ്കിൽ സൗന്ദര്യമൊക്കെ താനെ വന്നോളൂ. നീ വേണേ സോനെ കെട്ടിക്കോ, ഞാൻ വിട്ടു. നീ എന്തോന്നാടാ ഈ പറയുന്നത്? എന്തൊരു ദുരന്താടാ. നീ ഒന്ന് പോടാ കളിക്കാതെ. ആദ്യം പല്ല് വൃത്തിയാക്ക്, എന്നിട്ട് സംസാരിക്കും. മോളെ, ഇത് പവൻ. അലക്സ് കൊണ്ടുവന്ന ആലോചനയാ. നല്ല പയ്യനാന്ന് തോന്നുന്നു. 2 ദിവസം കഴിഞ്ഞ് അവര് വരും. നീ ഏതായാലും വന്നൊന്ന് കാണ്. കോളേജിൽ നിന്ന് അവധി എടുത്ത് പോന്നേരെ. വരണം, വന്നേ പറ്റൂ. നല്ല ബന്ധമാണെന്ന് തോന്നുന്നു. മോളെ, അമ്മയ്ക്കും താല്പര്യമുണ്ട്. നീ ഒഴിവൊഴിവ് പറയരുതേ. വരുന്നു, കാണുന്നു, ബാക്കിയൊക്കെ നിന്റെ തീരുമാനം. പവൻ, നിനക്കൊരു തെറ്റ് പറ്റി. വിളിച്ചത് ഞാൻ,
നിനക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടത് ഞാൻ. പക്ഷെ കോള് കട്ട് ചെയ്യാൻ മറന്നത് നീ. സോന, നമുക്കൊരു കോംപ്രമൈസ്. കോംപ്രമൈസോ? കോംപ്രമൈസ് എന്ന വാക്കിന്റെ അർത്ഥം അറിയോ തനിക്ക്? അറ്റ്ലീസ്റ്റ് സോറിയുടെങ്കിലും. വെറുതെ കനവായി പിരിയാതെ നാഴൂരിപ്പാലില്ല, നാക്കില ചോറില്ല. നാഴൂരിപ്പാലില്ല, നാക്കില ചോറില്ല. നാലാളു കാണാനില്ല, നാടാകെ പാട്ടില്ല. നല്ലോണം കെട്ടിയ ചില്ലു കൊട്ടാര കെട്ടെല്ലാം കൺമുന്നിൽ ചിന്നി ചിന്നി തെല്ലില്ല കാണാനായി. കയ്യിലിരുന്നതു പോയി മന കണ്ണിലിരുന്നതും പോയി ഉള്ളിലിരുന്നു തിള